ഹലോ മൈവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ സമ്മർ റിലീസായിട്ട് ഒരുപാട് നല്ല പടങ്ങൾ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ലിസ്റ്റിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടാകുന്ന എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റിൽ മൊത്തം 10 സിനിമകളാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും പിന്നെ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നൺ അതർ ദാൻ മാർച്ച് 19 ഇറങ്ങണ നമ്മുടെ ആടാണ് ഗൈസ്. നമ്മുടെ ആട് ഫ്രാഞ്ചൈസിലെ 3ാം ഭാഗമാണ് ഇറങ്ങാൻ പോകുന്നത്. ഹ്യൂജ് എക്സ്പെക്റ്റേഷനാണ് ഗൈസ് ഇതിലുള്ളത്. എനിക്ക് തോന്നുന്നത് ചിലർക്കെങ്കിലും ചെറിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ കുറഞ്ഞിട്ടുണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൻ്റെ റീസെൻറ്റ് ട്രെയിലറും ബാക്കി എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ വേറൊരു കാലഘട്ടം കാണിക്കണ്ടല്ലോ ഗൈസ്. അപ്പോൾ അത് ചിലർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ്. പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, എനിക്ക് മനസ്സിലായ അനുസരിച്ച് ഗൈസ് നമ്മുടെ ആടിൻ്റെ ഒരു കോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് ഗൈസ്. അതെന്തായാലും ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എടുത്താലും അതുണ്ട്. അതുപോലെ തന്നെ തേർഡിലേക്ക് വരുമ്പോഴും കോമഡി തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ആടെന്ന് പറഞ്ഞാൽ കോമഡി ഇതായിട്ടുള്ള സിനിമയല്ല. അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഗൈസ്. ഇപ്പോൾ വേറൊരു കാലഘട്ടം കാണിച്ചാൽ പോലും നമുക്ക് ഓൾറെഡി ക്യാരക്ടേഴ്സൊക്കെ കണക്റ്റഡ് ആണ്. അവരുടെ ആ ശൈലി തന്നെ ആയിരിക്കും മറ്റവർക്കും കിട്ടാൻ സാധ്യത. കോമഡി കോറായിട്ടുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴും ഹ്യൂജാണ് ഗൈസ്. എക്സ്പെക്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടമാണ് നമ്മുടെ നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ മൂവിയാണ് പ്രതിച്ഛായ. അതിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും മാർച്ച് 23, 24 ആ ഡേറ്റിൽ ഉണ്ടാവുമെന്ന് ഇങ്ങനെ റൂമർ ആയിട്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇതേവരെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് ആ പടത്തിന് അത്യാവശ്യം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് മൂവി. കാരണം ഇതിൻ്റെ ട്രെയിലറാണ് റീസെൻ്റായിട്ട് ഒരു വീഡിയോ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഡയറക്ടർ നമ്മുടെ ടൈറ്റിൽ ലോഞ്ചിലാണെന്ന് തോന്നണം ഏതോ ഒരു വേദിയിൽ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പുള്ളിക്കൊരു കംബാക്ക് പടത്തിലൂടെ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ഒരു റീസെൻ്റ് ഒരു ടോക്ക് കേട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ആ വീഡിയോ കണ്ടൻറ്റ് കണ്ടതാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ പരമായിട്ടുള്ള സിനിമകളാണ്. നമുക്ക് നോക്കാം. എന്തായാലും ലിസ്റ്റിലെ 3ാമത്തെ പടമാണ് ഗൈസ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ കാത്തിരിക്കുന്ന പടമാണ് ഇറ്റ്സ് നൺ അതർ ദാൻ ദൃശ്യം 3. യെസ് ഗൈസ്, April 2 ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ദൃശ്യം 3 ആണ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ, ഭയങ്കര ഒരു ഹ്യൂജ് ഹൈപ്പാണ് ഈ പടത്തിനുള്ളത്. നമ്മുടെ ഇപ്പോൾ തന്നെ ഞാൻ റൂമർ കേട്ടതാണ് ആൻ്റണി നമ്മുടെ ഡയറക്ടർ സോറി ഗൈസ്, നമ്മുടെ പ്രൊഡ്യൂസറിന് ഈ പടം സിനിമ ലാഭമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിനും ബോക്സ് ഓഫീസിലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഹ്യൂജായിട്ട് നമ്മുടെ സിനിമ തിയേറ്ററിൽ വിജയിക്കട്ടെ. കാരണം അത്രത്തോളം നമ്മുടെ ഹൈപ്പുള്ളൊരു പടമാണ് നമ്മുടെ ആ ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ ഇതാണുള്ള ഗൈസ്. ആ ഹൈപ്പ് ഒട്ടും കുറയാതെ തന്നെ സിനിമയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകില്ല. കാരണം എനിക്ക് ഹ്യൂജ് എക്സ്പെക്റ്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള പടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് ഇതാക്കണില്ല. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇറ്റ്സ് ദൃശ്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ 2 ആണ് ഗൈസ്. നമ്മുടെ April 2 തന്നെയാണ് ഇറങ്ങുന്നത്. എന്തായാലും ഇതും മറ്റേത് ആട് പറഞ്ഞ പോലെ തന്നെ കോമഡി ആയിരിക്കുമല്ലോ എൻ്റെ കോറ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ആട് 1 കൂടുതലും കോമഡി ടൈപ്പ് പറഞ്ഞല്ലോ. പിന്നെ നമുക്കെന്തായാലും നോക്കാം. ഇതിൻ്റെ ഡയറക്ടർ സവിനസ്, റൈറ്റർ നമ്മുടെ വിപിൻ ദാസാണ്. എനിക്ക് തോന്നുന്നത് ആട് 1ൻ്റെയും 2ൻ്റെയും ഡയറക്ടേഴ്സ് 2 പേരാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ നോക്കിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് 2 ഡയറക്ടേഴ്സാണ്. പക്ഷേ വിപിൻ ദാസ് തന്നെയാണ് റൈറ്റർ. എനിക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പെക്റ്റേഷനുള്ള പടമാണ്. കാരണം കോമഡിയും നമുക്ക് 1 അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ 2 ഓൾറെഡി ഉണ്ടല്ലോ. ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 9 ഇറങ്ങുന്നതാണ് നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള പള്ളിച്ചട്ടമ്പി, നമ്മുടെ ഡിജോ ജോസ് ആൻ്റണിയുടെ. എനിക്ക് അത്യാവശ്യം ഹൈപ്പുള്ളതായിട്ട് തോന്നിയൊരു പടമാണ് ഗൈസ്. അത്യാവശ്യം എക്സ്പെക്റ്റേഷനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടൻസ് ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു പടം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ഇതിൻ്റെ ക്രൂവും മൊത്തത്തിലുള്ള ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഗൈസ്. സ്വീറ്റ് ആൻഡ് സീ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടമാണ് ഗൈസ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതും നമ്മുടെ ഇൻഡസ്ട്രി മൊത്തത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതും എനിക്ക് ഭയങ്കര ഹ്യൂജ് എക്സ്പെക്റ്റേഷനും ഹ്യൂജ് ഹൈപ്പും
എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാമല്ലോ, കാരണം അമ്മാതിരി ഹൈപ്പാണ് ഞാൻ ഈ പടം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നൺ അതർ ദാൻ പാട്രിയോട്ട്. യെസ് ഗൈസ്, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കണ പടം. ഐ ഹാവ് ഹ്യൂജ് ഹൈപ്പ് ഗൈസ്. പിന്നെ ഈ അടുത്ത് റീസെൻ്റ് കണ്ട ഫോട്ടോ ആണെങ്കിൽ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായിട്ട് ഗൈസ്. കാരണം നൈസ് വർക്കായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ചിലവർ എനിക്കൊന്ന് നെഗറ്റീവ് പറഞ്ഞെന്ന് തോന്നണം, ആന്ന് അങ്ങനെയൊക്കെ രീതിയിൽ. പക്ഷേ അത് പിന്നെ വേറൊരാൾ വന്ന് ക്ലിയർ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഹൈലൈറ്റ് എഫേർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെങ്കിലും എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. പക്ഷേ അങ്ങനെ എനിക്കൊന്നും ചിന്ത പോലും വന്നില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ച് പേരെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹോപ്പുണ്ട്. പിന്നെ എനിക്ക് ഇവരുടെ ഈ സിനിമയിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൊമോഷൻ നടത്തി നല്ലതായിരിക്കും എന്ന് തോന്നണം. കാരണം ഇവരുടെ പ്രൊമോഷൻ രീതി കുറച്ചുകൂടി ബാക്കിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതായത് പടത്തിന് കിട്ടേണ്ട ഒരു ഹൈപ്പ്, റിയൽ ഹൈപ്പ് ഇതിന് ഇതേവരെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക് ഉണ്ടെന്നുള്ള ഹൈപ്പ് അല്ലാതെ പടത്തിൻ്റെ ഒരു ഇതിൽ ഹൈപ്പ് വരുന്നില്ല. അങ്ങനെ എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ നിങ്ങൾക്കത് തോന്നി, നിങ്ങൾ കമൻറ്റിൽ പറ. കാരണം എനിക്കത് തോന്നുന്നുണ്ട് ഗൈസ്, കുറച്ചുകൂടി നമ്മുടെ ഇവർ പ്രൊമോഷൻ കുറച്ച് നല്ല രീതിയിലാക്കിയിരുന്നെങ്കിൽ പടം എവിടെ ചെന്ന് നിൽക്കേണ്ടതാണ് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ ഏപ്രിൽ 24 പാട്രിയോട്ട് റിലീസ് വന്നത്. പിന്നെ നമ്മുടെ ലിസ്റ്റ് അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളനാണ് ഗൈസ്. പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്ത് ആൻ്റണീസ് വർഗീസ് പെപ്പെ നായകനാണ് പടം. ഇതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഇതേവരെ കൺഫർമേഷൻ ആയിട്ടില്ല ഗൈസ്. പിന്നെ മെയ്യിലുണ്ടാവുമെന്നാണ് പറയണം. മെയ് ഒരു 14-15 ആ ടൈമിൽ ഉണ്ടാവുമെന്നാണ് കേട്ടത്. എനിക്ക് എത്രത്തോളം കൺഫേം ആണെന്ന് അറിയാൻ പാടില്ല, റൂമേഴ്സ് കേട്ടതാണ്. ഒഫീഷ്യൽ ഡേറ്റ് ഇതേവരെ വന്നിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഹൈപ്പുള്ള പടമാണ് ഗൈസ്. കാരണം ഇതിൻ്റെ 1-2 പിക്ക് ഇറങ്ങിയതാണെങ്കിലും വീഡിയോ കണ്ടന്റ് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു ഗൈസ്, നൈസായിരുന്നു. നല്ല രീതിയിൽ വർക്ക് എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു പടമാണ്. നമ്മുടെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അവരുടെ ഓൾറെഡി മാർക്കോടെ ടീമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹൈപ്പ് ഈ പടത്തിനുണ്ട്. കാരണം അവരുടെ കണ്ടൻസും അവർ പ്രൊമോഷൻ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഒക്കെ ഒരു അടിപൊളിയായിട്ട് ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ അവരുടെ സിനിമയെന്നും പറയുമ്പോഴും ഓൾറെഡി മാർക്കോ ഉള്ളതുകൊണ്ട്, കാരണം ഞാൻ മാർക്കോ കണ്ടിട്ടില്ല കഴിച്ച്, പക്ഷേ അതിൻ്റെ ഓവറോള് റിവ്യൂ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി ഗൈസ്. നല്ലൊരു പടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷനും ഉള്ള പടമാണ്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ നമ്മുടെ അടുത്ത പടമാണ് ഗൈസ് അതിരടി. നമ്മുടെ അനിരുദ്ധ ഡയറക്റ്റ് ചെയ്യുന്ന പടം. സ്റ്റാറിങ് വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്. നല്ല കാസ്റ്റാണ് ഗൈസ് ഈ സിനിമക്കുള്ളത്. ഇതിൻ്റെ ആദ്യം ഒരു വീഡിയോ കണ്ടന്റ് ഇറങ്ങിയായിരുന്നു, പിന്നെ പോസ്റ്റേഴ്സ് ഇറങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഈ പടമായിട്ട് അത്ര കണക്റ്റ് ആയിട്ടില്ല ഗൈസ്, എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഈ പടത്തിന് നല്ലൊരു ഹ്യൂജ് ഹൈപ്പ് കാര്യങ്ങളും പുറത്തുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ വീഡിയോ കണ്ടൻസ് ഇറങ്ങിയപ്പോഴാണെങ്കിലും പോസ്റ്റേഴ്സ് ഇറങ്ങിയപ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ അതെൻ്റെ മാത്രം അഭിപ്രായം ഇവിടെ ഗൈസ്. ഈ ബാക്കി കണ്ടൻസ് ഇറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും, എൻ്റെ അഭിപ്രായം എനിക്ക് അറിയാൻ പറ്റും. ഇതേവരെ എനിക്ക് ആ ഒരു എനിക്ക് പടം അത്ര കണക്റ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം എന്തായാലും. ബാക്കി മൊത്തത്തിൽ എൻ്റെ വെച്ച് ബാക്കി പുറത്ത് എല്ലാവർക്കും എനിക്ക് മനസ്സിലായത് ഇത് ഇഷ്ടമായിട്ടുണ്ട്, പോസിറ്റീവാണ്, എല്ലാവർക്കും ഹൈപ്പുള്ള എക്സ്പെക്റ്റേഷനുള്ള പടമാണ്. എനിക്ക് എന്തൊരു കണക്റ്റ് ആയിട്ടില്ല. ലെറ്റ്സ് സീ ഗൈസ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിവുഡ് ടൈംസ് ആണ് ഗൈസ്. അഭിനവ് സുന്ദർ ഡയറക്റ്റ് ചെയ്ത് ഗൈസ് നസ്ലിൻ നായകനാണ് പടം. ഇതിൻ്റെ കൂടുതൽ കണ്ടൻസ് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം ഇപ്പോൾ പറയാനുള്ള ഗൈസ്. എന്തായാലും എനിക്കൊരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഓൾറെഡി ഉണ്ട്. ഒരു പോസ്റ്റർ മാത്രം ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഡയറക്ടറിൻ്റെ മുമ്പത്തെ പടം പുള്ളി വേറൊരു രീതിയിൽ എടുത്തിട്ട് അത് ആൾക്കാരിൽ വർക്കായതാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് പുള്ളിയിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ഈ ലിസ്റ്റിലൊരു 3 സിനിമ, അതായത് എനിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹിച്ചിരിക്കണം, എനിക്ക് ഏറ്റവും എക്സ്പെക്റ്റേഷൻ ഉള്ളത്, എനിക്ക് ഏറ്റവും ഹൈപ്പുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൃശ്യം എന്ന് പറയും ഗൈസ്. ഇതിനൊരു ഉത്തരം ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ ഗൈസ്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ദൃശ്യം. പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്രിയോട്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കണ പടം. ഭയങ്കര ഹ്യൂജ് ബഡ്ജറ്റിൽ വന്നത്, ഏകദേശം 140 കോടിയോളം ഈ പടത്തിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇറങ്ങിയേക്കണ കണ്ടൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കൊരു ഹൈപ്പ് ഓൾറെഡി ഉണ്ട് ഗൈസ്. പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കണ ഒറ്റ കാരണം തന്നെ മതി. പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ ലിസ്റ്റിൽ പിന്നെ ഇത് പടത്തിന് ഹൈപ്പ് ഇച്ചിരിയെങ്കിലും ഒരു ഇതാവാൻ കാരണം എനിക്ക് തോന്നുന്നു ഒരു പ്രൊമോഷൻ്റെ ഇതാണെന്നാണ്. കാരണം ഈ മമ്മൂക്ക ലാലേട്ടൻ എന്ന് വെച്ച ഫാക്ടറാണ് ഈ പടത്തിൻ്റെ മെയിൻ ഇത്.
അത് മതിയെങ്കിൽ പോലും വേറെ ഇത് പാൻ ഇന്ത്യനായിട്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഇതിനെ കുറച്ചും കൂടി ഇത് കിട്ടണമെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും എൻ്റെ ലിസ്റ്റിൽ ഇത് ഉണ്ട് ഗൈസ്. ടോപ്പിൽ എൻ്റെ ലിസ്റ്റിൽ എല്ലാവരുടെയും ലിസ്റ്റിൽ എനിക്ക് ഉണ്ടാവുമെന്ന് അറിയാം, ടോപ്പിൽ തന്നെ. അതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ഞാൻ പറയുന്നത് കത്തനാരാണ് ഗൈസ്. കാരണം ഇത്രയും വർഷമായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് അവരതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റത്തെ ഗ്ലിംസിൽ തന്നെ എനിക്കത് വർക്കായതാണ്, ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടിയതാണ്. കാരണം അമ്മാതിരാണായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനുള്ള ഇതാണ് മൂന്നാണ് ഗൈസ് എൻ്റെ ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ, കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന 3 മൂവി നിങ്ങൾ പറ കമൻറ്റിൽ. പിന്നെ ഞാൻ ഇതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഈ വീഡിയോ. താങ്ക് യു, ബൈ.